പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം സക്സസ് ആകുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിൽ ആശ്രയിക്കുക, ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, എന്തിനും ഏതിനും കർത്താവിനെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിർത്തുക. എൻ്റെ വലിയ മകനോട്, അവൻ 11th പഠിക്കുന്നു, അവനോട് ഞാൻ പറയാറുണ്ട്, പരിശുദ്ധാത്മാവിന് നിൻ്റെ ജീവിതത്തിൽ നീ പ്രയോറിറ്റി കൊടുക്കുന്നുവെങ്കിൽ പിന്നെ എവിടെയും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ജീവിതത്തിൽ നീ തൊടുന്നതെല്ലാം സാധ്യമാകും. നീ ഒരു വിജയമാകും. ഇന്ന് അവൻ്റെ സ്കൂളിൽ പ്രസൻറ്റേഷനും ടെസ്റ്റുമൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെയും ഞാൻ അത് പറഞ്ഞ സ്കൂളിലേക്ക് അയച്ചത്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക, എല്ലാത്തിനും ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക. അവിടെ പരാജയമെന്ന് പറയുന്നതില്ല. മാനുഷികമായി എൻകറേജ് ചെയ്യാൻ ആരുമില്ല എന്നൊന്നും പറഞ്ഞ് ഭാരപ്പെടുകയൊന്നും വേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക, സാന്നിധ്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. എല്ലായ്പ്പോഴും സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. സാന്നിധ്യം നഷ്ടപ്പെടുന്നതൊന്നും ജീവിതത്തിൽ അനുവദിക്കരുത്. സങ്കീർത്തനം 127 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അതെ, എത്ര സാമ്പത്തികമുണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ചുറ്റിനുമുണ്ടെന്ന് പറഞ്ഞാലും ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അതെന്ത് പണിയാണെങ്കിലും ശുഭമാകത്തില്ല. അടുത്ത വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്കാവശ്യം ദൈവ സാന്നിധ്യമാണ്. ഞാനത് മാത്രമാണ് കൊതിക്കുന്നത്. എൻ്റെ 3 മക്കളോടും ഞാൻ നിരന്തരം പറഞ്ഞു കൊടുക്കുന്നതും അതാ, ദൈവ സാന്നിധ്യത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. സാന്നിധ്യം അറിയിക്കുന്നത് പോലെ, പറഞ്ഞു തരുന്നത് പോലെ മുന്നോട്ട് നീങ്ങുക. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയാറുണ്ട്, നാം വീഴണം എന്ന് കരുതി കാല് വെച്ചാലും നമ്മെ വീഴാതെ വഴുതാതെ കാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ബുദ്ധിക്കനുസരിച്ച് റോങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ ആ ഡിസിഷൻ സാധ്യമാകാതെ അതിനെ തട്ടിക്കളഞ്ഞ് കർത്താവ് പരിശുദ്ധാത്മാവ് എനിക്കായി ചില പുതിയ തീരുമാനങ്ങൾ എടുക്കും. പ്രിയപ്പെട്ടവരെ, സ്വന്തം ബുദ്ധിയിലും ബലത്തിലും സാമ്പത്തികത്തിലും ബന്ധങ്ങളിലും ഒന്നും ആശ്രയം വെക്കരുത്. പകരം ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ എല്ലായ്പ്പോഴും 24 മണിക്കൂറും നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടുവിളിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ മാനിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തും. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം അങ്ങയുടെ സാന്നിധ്യമാണ്. സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ജയമാണ്. സാന്നിധ്യമില്ലാത്തതൊന്നും വേണ്ട, അതൊക്കെ വൃഥാവായി പോകുമെന്നാണല്ലോ അങ്ങയുടെ വചനം പറഞ്ഞത്. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ഹോളി സ്പിരിറ്റ് അവരെ നയിക്കണേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. മഹത്വപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.